കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ആശമാർക്ക് നൽകേണ്ടിയ ഇൻസെൻറ്റീവ്സിൽ 100 കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സാർ. ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആശമാർക്ക് ഇൻസെൻറ്റീവ്സ് മുടങ്ങാതെ നൽകിയിട്ടുള്ളത്. സാർ, ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് മെറ്റേണിറ്റി ലീവ് ആദ്യമായിട്ട് ആശമാർക്ക് അനുവദിച്ച് നൽകിയ സംസ്ഥാനം കേരളമാണ് സാർ. സാർ, അതുകൂടാതെ ഇപ്പോൾ 729 പേർ ജനപ്രതിനിധികളാണ്. ആശമാരിൽ 729 പേർ ജനപ്രതിനിധികളാണ്. അതിൽ 113 പേർ പ്രസിഡൻസോ വൈസ് പ്രസിഡൻസോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരോ ഒക്കെയാണ് സാർ. 1230 പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സാർ. സാർ, അതുകൂടാതെ ഭാഗികമായി ക്ലിനിക്കുകളിലൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗികമായിട്ടുള്ള തൊഴിലും നമ്മുടെ ആശമാർ ചെയ്തു വരുന്നുണ്ട് സാർ. സാർ, ഇതുകൂടാതെ എങ്ങനെയാണ് കേരളം ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി പറയട്ടെ സാർ. സാർ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആശാ സ്കീം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മിനിമം യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം 7ാം ക്ലാസ് ആയിരുന്നു സാർ. സാർ, പക്ഷേ പിന്നീട് ഒരു പാർലമെന്ററി സമിതി അത് 10ാം ക്ലാസ് ആക്കണം എന്ന് പറഞ്ഞു. കേരളം എന്താണ് ചെയ്തത്? ആ 7ാം ക്ലാസ് ഉള്ളവരെ പിരിച്ചുവിടുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അവർ വരണ്ട എന്ന് പറയുകയല്ല ചെയ്തത് സാർ. സാർ, കേരളം ചെയ്തത് ആ 7ാം ക്ലാസ് യോഗ്യത മാത്രം ഉള്ളവരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് ഇല്ലാത്തവരെ അവരെ സാക്ഷരതാ മിഷന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് മിഷൻ തന്നെ ചേർത്തുകൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു. അങ്ങനെ 1792 പേർ 10ാം ക്ലാസ് പാസ്സായി സാർ. സാർ, അവിടെ നിർത്തിയില്ല കേരളം, സാർ. കേരളം അവിടെ നിർത്താതെ ഇപ്പോൾ തുടർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ സാർ 798 ആശമാർ ഹയർ സെക്കൻഡറിയിൽ +1 ജോയിൻ ചെയ്തിരിക്കുകയാണ് സാർ. അവർ അത് പൂർത്തിയാക്കും. ഇനിയും അവർക്ക് പഠിക്കണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടും സ്റ്റേറ്റ് മിഷൻ ചെയ്തു കൊടുക്കും സാർ. കഴിഞ്ഞ 3 വർഷമായി സാർ കമ്പ്യൂട്ടർ സാക്ഷരത എല്ലാ ആശമാർക്കും കമ്പ്യൂട്ടർ സാക്ഷരത നൽകിയ സംസ്ഥാനമാണ് സാർ കേരളം. സാർ, ഞാൻ പറയട്ടെ സാർ, അതായത് കേന്ദ്ര സ്കീമിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുമ്പോൾ എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാമെന്നുള്ളതിൻ്റെ നല്ല മാതൃകയാണ് സാർ കേരളം കാണിക്കുന്നത്. അത് ഓണറേറിയം ആണെങ്കിലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും സാമൂഹ്യമായിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതാണെങ്കിലും സാർ, അങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും സാർ.